തീവ്രശ്രമം തുടരുമ്പോഴും കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഊട്ടോളി മഹാദേവൻ എന്ന കൊമ്പനെ തളയ്ക്കാൻ പാപ്പാന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ശ്രമങ്ങൾ തുടരുകയാണ്. ഇരുട്ട് വ്യാപിക്കുന്നു, ഇരുട്ട് പരക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ ശ്രമം കൂടുതൽ ദുഷ്കരമാക്കി മാറ്റുന്നുണ്ട്. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാമറാമാൻ അഭിജിത്ത് പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്യാം, ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഊട്ടോളി മഹാദേവനെ തളയ്ക്കാൻ ഇനിയും പാപ്പാന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ പാപ്പാന്മാരിൽ ഒരാളുടെ കൈക്ക് നേരിയ പരിക്ക് പറ്റി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അത് ശരിയാണോ? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? നിലവിൽ ഇരുട്ട് വലിയ രീതിയിൽ വ്യാപിക്കും. ഈ വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഓടുന്ന വഴിക്ക് ആന നേരത്തെ പോസ്റ്റിലൊക്കെ ഇടിച്ചിരുന്നു. അങ്ങനെ പോസ്റ്റ് മറിഞ്ഞു വീണാൽ മറ്റു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ. ശരി, ഊട്ടോളി മഹാദേവനെ തളയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ശ്യാം, അവിടെ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ശ്യാമിനെ വീണ്ടും കണക്ട് ചെയ്യാം. അഭിജിത്ത് ഞങ്ങളുടെ ക്യാമറാമാൻ പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ആന നേരത്തെ ആളുകളെ വിരട്ടി ഓടിക്കുന്നതും അവിടെ സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ നശിപ്പിക്കുന്നതുമാണ്. 2-3 കാറുകൾ ആന നശിപ്പിച്ചിട്ടുണ്ട്. ആനയെ കൊണ്ടുവന്ന ലോറി നശിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്. ഏതാനും ബൈക്കുകൾ, അതുപോലെ സൈക്കിൾ, ഇതൊക്കെ തന്നെ ആന ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് നശിപ്പിച്ചിട്ടുണ്ട്. ആനയെ തളയ്ക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ കഴിഞ്ഞ 2 മണിക്കൂർ പിന്നിട്ടിട്ടും ഇപ്പോഴും അത് ഫലം കണ്ടിട്ടില്ല എന്നതാണ്. ഇരുട്ട് കൂടുതൽ വ്യാപിക്കുന്നു, അത് ദൗത്യം കൂടുതൽ ദുഷ്കരമാക്കുന്നു എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ശ്യാമിലേക്ക് വീണ്ടും. ശ്യാം. ജി കെ, ഇപ്പോൾ ഇരുട്ട് വ്യാപിക്കുന്നു. കാരണം ഇവിടെ നേരത്തെ ഈ വൈദ്യുതി ലൈനുകൾ ഓഫ് ചെയ്തിരുന്നു. പക്ഷേ ഇത് ഫയർഫോഴ്സിനെ മറ്റും അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അസ്കാലൈറ്റ് ഉൾപ്പെടെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. നിലവിൽ ഇവിടെ എത്തിയ കൗൺസിലർ കളക്ടറെ വിളിച്ചിട്ട് ഇവിടുത്തെ സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസും കുറച്ച് എലഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതൽ സേവനങ്ങൾ ആവശ്യമുണ്ട്. കാരണം മയക്കുവെടി വെക്കണമെങ്കിൽ പോലും കൂടുതൽ ആളുകൾ എത്തേണ്ടതുണ്ട്. അഭിലാഷ്, ഇവിടുത്തെ കൗൺസിലർ അഭിലാഷ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. കളക്ടറെ വിളിച്ച സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. ഇരുട്ട് വ്യാപിക്കുകയും ഈ ആനയെ തളയ്ക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ആന ഇപ്പോഴും നിൽക്കുന്നത് ക്ഷേത്രമുറ്റത്താണ്. അത് ഒരുപക്ഷെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും സബ് കളക്ടറെ വിളിച്ച് കിട്ടാത്ത സാഹചര്യത്തിലാണ് കളക്ടറെ വിളിച്ച് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. കാരണം ഇനിയാണ് ഫയർഫോഴ്സിൻ്റെ അസ്കാലൈറ്റിൻ്റെ ഉൾപ്പെടെ സേവനം ഇവിടെ തേടേണ്ടി വരും. കാരണം ഇവിടെ വൈദ്യുതി ലൈനുകൾ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓഫ് ചെയ്തിരിക്കുന്നതിനാൽ ആന ഇപ്പോൾ നിൽക്കുന്ന ഭാഗവും ചുറ്റുവട്ടവും ഇരുട്ടിലേക്ക് മാറുകയാണ്. ഇരുട്ട് കൂടുതൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ആനയെ തളയ്ക്കാനൊട്ട് സാധിച്ചിട്ടുമില്ല. നിലവിൽ ഈ എലഫന്റ് സ്ക്വാഡിൻ്റെയും പാപ്പാന്മാരുടെയും ഒക്കെ ചുറ്റും തന്നെയാണ് ആന ഉള്ളതെങ്കിലും ഈ പ്രദേശത്തൊക്കെ ആളുകൾ കൂടുതലായിട്ട് വരുന്നു, ഈ വിവരം അറിഞ്ഞെത്തുന്നു. അവിടെ തന്നെ ആന നിൽക്കുകയും അതിനെ തളയ്ക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇവിടെ കൂടുതൽ ആരോ ഇവിടെ മൊബൈൽ വെട്ടം ഓൺ ചെയ്ത് കാണിച്ചപ്പോൾ അത് ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കാരണം അത്തരം വെട്ടം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആന അങ്ങോട്ട് ഓടിയെത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിൽ കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഇവിടെ പോലീസുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മറ്റ് സൗകര്യങ്ങൾ, കാരണം ഈ ആനയെ തളയ്ക്കുന്നതിന് ഒരുപക്ഷെ ഇനി മയക്കൂടി വെക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യങ്ങളോ കൂടുതൽ എലിഫന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരൊന്നുമില്ല. ഇപ്പോഴും ആന ഇപ്പോൾ മുന്നോട്ട് ഓടി വരുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. അവിടെ പാപ്പാന്മാരെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇരുട്ട് വ്യാപിക്കുന്നു. ഇനി ഈ ആന ഇവിടെ നിന്ന് പ്രകോപനത്തിനായി മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും കാണാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ഇരുട്ട് വ്യാപിക്കുന്നു. നേരത്തെ അതേ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. നേരത്തെ തെളിഞ്ഞ അന്തരീക്ഷവും ആവശ്യത്തിന് വെട്ടവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ധ്യയാകുന്നു, രാത്രിയാകുന്നു, ഇരുട്ട് വ്യാപിക്കുന്നു. അപ്പോൾ ആന നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ ഇരുട്ടിലാകും. അതെങ്ങോട്ടെങ്കിലും ഓടിക്കഴിഞ്ഞാൽ, ചുറ്റുവട്ടം ജനവാസ മേഖലയാണ് എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് ആന എങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെയാണ് ഈ നിയന്ത്രിക്കപ്പെടാത്ത ആന നിൽക്കുന്ന സാഹചര്യമുള്ളത്. ആനയെ തളയ്ക്കാൻ ആന ഇപ്പോൾ വളരെയേറെ ശാന്തനാണ് നേരത്തെ അപേക്ഷിച്ച്. പക്ഷേ അപ്രതീക്ഷിതമായി അത് വെട്ടിത്തിരിയുകയും അത് ഓടി മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 2 മണിക്കൂറായിട്ടും കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കുറച്ച് പോലീസുകാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ആനയെ നിയന്ത്രിക്കുന്നുള്ള വനംവകുപ്പിൻ്റെ ഒരൊറ്റ ഉദ്യോഗസ്ഥർ പോലും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശീലനം ലഭിച്ച എലഫന്റ് സ്ക്വാഡിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പക്ഷേ വനംവകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇവിടെ ആളുകൾ ഉൾപ്പെടെ കൂടുന്നു എന്നുള്ളത്, രാത്രിയാകുമ്പോൾ ആളുകൾ ഉൾപ്പെടെ ഈ കാഴ്ച കാണാൻ കൂടുന്നു
എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇവിടെ ഇരുട്ട് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നു. അവിടെയാണ് ഇടഞ്ഞ ആനയും സുരക്ഷാ ഭീഷണിയും നിൽക്കുന്നത്. ഏതായാലും നിലവിൽ തളയ്ക്കപ്പെടാത്ത ആന ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഉണ്ട്. ആ ഭാഗത്താണ് ആന നിൽക്കുന്നത്. നമുക്കിപ്പോൾ കണ്ണിൽ കാണാം. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ആന അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും നീങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടേക്കാണ് കൂടുതൽ സേവനങ്ങൾ റവന്യൂ വകുപ്പിൻ്റെതാണെങ്കിലും വനംവകുപ്പിൻ്റെതാണെങ്കിലും എത്തേണ്ടത്. നിലവിൽ ഇവിടെ ആളുകളെ നിയന്ത്രിക്കാൻ മാത്രമാണ് പോലീസിന് കഴിയുക. മറ്റൊരു കാര്യത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ലാതെ അവർക്ക് അതിൻ്റെ വിഭാഗവുമല്ല. പക്ഷേ അതിന് ബന്ധപ്പെട്ട വിഭാഗങ്ങളൊന്നും ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി, ഇവിടുത്തെ വാർഡ് കൗൺസിലർ ജില്ലാ കളക്ടറെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് ഇപ്പോൾ ഇവിടെ നടന്ന ഏക കാര്യം. ഫയർഫോഴ്സിനെയും മറ്റും അറിയിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരുപക്ഷെ അസ്കാലൈറ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ കൂടുതൽ വെളിച്ചം ഈ പ്രദേശത്ത് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആന ഇവിടെ നിന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുമായിരുന്നു. ഏതായാലും നിലവിൽ അത്തരം സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നിലവിൽ ആന നേരത്തെ ആദ്യം ഇടഞ്ഞ ആ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ പുറത്തെ ഭാഗത്ത്, പ്രധാന മതിൽക്കെട്ടിൻ്റെ പുറത്ത് ഭാഗത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്.